ഇത്രയും നേരം നമ്മൾ എന്താണ് ഡെഫ് മുട്ട് കണ്ടു, അറബന മുട്ട് കണ്ടു, പാട്ട് കേട്ടു, മോഹിനിയാട്ടം കണ്ടു. അപ്പൊ നമുക്കിനി കുറച്ച് കളർഫുൾ ആയ പെർഫോമൻസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്കിപ്പോ കുറച്ച് സുന്ദരി കുട്ടികളുണ്ട്, അവരെന്തായാലും ഞാൻ വിളിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ സുന്ദരി കുട്ടികൾ എല്ലാവരും കൂടെ ഒപ്പന. നമുക്ക് ആദ്യം ഇവരുടെ ഒരു മണവാട്ടി ഇല്ലാത്ത ഒപ്പനയോ. അപ്പൊ എന്തായാലും നമുക്ക് ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാൽ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ടാണോ ഒപ്പനെ പങ്കെടുക്കുന്നത് അതോ കുറച്ച് ഫസ്റ്റ് ടൈമാണ്? എന്തായാലും നമുക്ക് എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് എന്തായാലും ഒന്ന് കാണാം അല്ലേ? നല്ല ചിരിച്ച് അല്ലെ, മണവാട്ടിക്ക് ചിരിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവരുടെ പെർഫോമൻസിലേക്ക് പോവാം. രാഗമിൽ റെങ്കിടും രാജകുമാരി രാരിരമിശലതിലെങ്കിടും ഹോറി രാക്കളിലൊശുക്കിടും പിരിശത്തിൽ മർഹവ മധുഹുകൾ പാടി മഹിമകളേറിടും മംഗള ബൈത്തുകൾ വല്ലികൾ കൂടി ജന്നത്താകയുമേകി രാഗമിൽ റെങ്കിടും രാജകുമാരി രാരിരമിശലതിൽ എങ്കിടും ഹോറി രാക്കളിലൊശുക്കിടും പിരിശത്തിൽ മർഹബ മധുഹുകൾ പാടി മഹിമകളേറിടും മംഗള ബൈത്തുകൾ വല്ലികൾ കൂടി ജന്നത്താകയുമേകി ഏകിടും ബഹുമ ഏറിടും പൊലിമ തൂകിടും പുതുമ തേരതിലേറി എത്തിടും മുത്തൊളി കുത്തമ മർഹബ ബാരകയോതി സുരമുത്തിൽ സുവിധത്തിൽ സുറോടി സുമുഖികൾ കസരകമേകി മണിമുത്ത് മണിയറ പൂകി സുമുഖികൾ കസരകമേകി മണിമുത്ത് മണിയറ പൂകി സുമുഖികൾ കസരകമേകി മണിമുത്ത് മണിയറ പൂകി. ശ്രുതി എത്ര നന്നായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. അപ്പോ ഇവരുടെ ഈ ഒരു പെർഫോമൻസ് ഇവിടെ കളിപ്പിക്കണം എന്ന് പറഞ്ഞത് ഇവരുടെ മാഷാണ്. കാരണം അത്രത്തോളം ഇവർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു എന്നാണ് മാഷ് പറയുന്നത്. അപ്പൊ മാഷോട് തന്നെ ചോദിക്കാം എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. മാഷ് എത്ര നാളെടുത്താണ് പഠിച്ചത്? നാളെ വെച്ചാൽ ഇതിൻ്റെ കുറേ കഥകൾ പറയാനുണ്ട്. എന്നാലും ചുരുക്കി പറഞ്ഞാൽ ഒരു 2 കൊല്ലം മുന്നേ ടീച്ചർ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളം പഠിപ്പിക്കാൻ സമയമെടുത്തു. അതിന്റെ ഒരു ഫലമാണ് നമ്മൾ ഇവിടെ കളിച്ചപ്പോൾ കൂടി കുട്ടികൾ വളരെ സന്തോഷത്തോടെ ഒട്ടും ഈ തെറ്റിക്കാതെ, കാരണം നമ്മൾ ഈ തറയുന്നല്ലേ കളിച്ചത്, പക്ഷെ അവര് കലോത്സവത്തിന് കളിക്കുന്ന പോലെ തന്നെ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് കളിച്ചത്. കാരണം ഒന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നും പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളാണ്. അതുകൊണ്ടാണ് ആ വിജയം ഇവർക്ക് കിട്ടിയത്. അവർക്ക് ഈ ഒപ്പന കളിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ചിരി വരുന്നു. അനുസരണയുള്ള കുട്ടികളാണെന്ന് പറഞ്ഞപ്പോഴേക്കും പറയാതെ വയ്യ. കാരണം വെച്ചാൽ ഒപ്പന എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ഡിസിപ്ലിനാണ്, ഒരു കോർഡിനേഷനാണ്. ഇവർ പങ്ക്ച്വാലിറ്റിയിൽ നമ്പർ 1 ആണ്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അതിൽ കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ്, പ്രിൻസിപ്പാള്, അവരൊക്കെ കഴിവാണ് ഇതിലേക്ക് എത്തിയത്. ഏതായാലും വളരെയധികം സന്തോഷം. എന്തായാലും റിസൾട്ട് വരുമ്പോൾ A ഗ്രേഡ് നേടട്ടെ. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. മാഷിനും കുട്ടികൾക്കും എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു.